ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്ന റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-10 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ചെറുനാരങ്ങ വേണം ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നൈറ്റ് കട്ട് ചെയ്ത് വെച്ച് ഉപ്പും ചേർത്ത് പാത്രത്തിലിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ നാരങ്ങയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉലുവയുടെ കളറും ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ചധികം തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നീട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും കുറച്ച് കനത്തിലുള്ള വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് അതിലേക്ക് കുറച്ചധികം കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാന്താരി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. പക്ഷേ കാന്താരി ഇട്ട് തയ്യാറാക്കുമ്പോഴാണ് നമുക്കിതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. പിന്നീട് അതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ നാരങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നാരങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. അപ്പം നമ്മളിതിലേക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ കാന്താരിയുടെ എരിവ് നന്നായിട്ടുണ്ടാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാന്താരി ഒന്ന് സ്പൂൺ ഇട്ടിട്ട് ഒരു 5-10 എണ്ണം അതിലേക്ക് ഒന്ന് ഉടച്ചു കൊടുത്താൽ കുറച്ചുകൂടി എരിവ് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളം ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് കൂടുതൽ കാലം നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പം നല്ലൊരു എയർ ടൈറ്റുള്ള കുപ്പിയായിരിക്കണം. അത് തന്നെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. കുപ്പിയിൽ നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം. അപ്പം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.